നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ പറഞ്ഞുകേട്ട വാക്കാണ് മാഡം. ഒരു സ്ത്രീ തന്നെ കൊട്ടേഷൻ എന്നാണ് ആദ്യം കേട്ടത്. പിന്നീടാണ് ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്ന രീതിയിലേക്ക് മാറിയത്. പൾസർ സുനി മാത്രമല്ല, ബാലചന്ദ്രമോഹനും കേസിൽ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആരാണ് ഈ സ്ത്രീ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നില്ല എന്നതാണ് കൗതുകരവും. കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ന്യായത്തിലും ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യം അന്വേഷിച്ചില്ല എന്നാണ് സംശയം. സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ്. എന്നാൽ ഇവരാരാണെന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചില്ല. 17-11 പേജിലുള്ള വിധിന്യായത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസ് വേളയിൽ പൾസർ സുനി ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണെന്ന് പറഞ്ഞെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ആദ്യ കുറ്റപത്രത്തിൽ 7 പേരാണ് പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളും. 6 പേർക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചതും. ദിലീപ് ഉൾപ്പെടെ ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. സുനി പറഞ്ഞ സ്ത്രീ ആരാണെന്ന് പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല. സംഭവ ദിവസം സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ്. എന്നാൽ ഇവരാരാണ് എന്ന് വിശദമായി അന്വേഷിച്ചില്ല. കൃത്യം നടക്കുന്ന ദിവസം പോലും ഇവരുമായി സംസാരിക്കണം എങ്കിൽ സുനി അത്ര അടുപ്പമുള്ള വ്യക്തിയായിരിക്കും. ഈ സ്ത്രീ കൃത്യം സംബന്ധിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചില്ല. സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ എന്ന മട്ടിലാണ് പോലീസ് കണക്കാക്കിയത്. സ്ത്രീ സാന്നിധ്യം ആരാണ് എന്ന് ഉറപ്പിക്കാനും അവർക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനും പ്രോസിക്യൂഷന് സാധിക്കില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. സംഭവം നടന്ന വേളയിൽ ഉയർന്നുകേട്ട മാഡം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. സ്ത്രീ തന്നെ കൊട്ടേഷൻ എന്ന് സുനി ആദ്യം പറഞ്ഞു. ജയിലിൽ നിന്ന് സുനി അയച്ച കത്തിൽ ദിലീപ് തന്ന കൊട്ടേഷൻ എന്ന മട്ടിലാണ് എഴുതിയത്. ഇതാണ് ദിലീപിനെ കേസ് പ്രതിയിലേക്ക് നയിച്ചതും. എന്നാൽ സ്ത്രീ തന്ന കൊട്ടേഷൻ എങ്ങനെ ദിലീപ് തന്നെ കൊട്ടേഷൻ നിലയിലേക്ക് മാറ്റപ്പെട്ടു എന്നതും സംശയകരമാണ്. ഇക്കാര്യം പരിശോധിക്കാതെ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാട്ടിയതും. വിധിക്കിലെ അപ്പീൽ സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇരയാക്കപ്പെട്ട നടിയും അപ്പീലിന് സമർപ്പിച്ചേക്കാം. തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന ദിലീപിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നത് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടിക്കും സാധ്യതയുണ്ട്.